സോ ഹലോ മച്ചാന്മാരെ, എല്ലാ മച്ചാന്മാർക്കും അഭിനവ് ഗെയിമർ 44ൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ഒരു വീഡിയോയും കാര്യങ്ങളുമായിട്ടാണ്. ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അലങ്കൃത എന്ന് പറയുന്ന ബസ്സിലാണ്. ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇതാണ് ഗൈസ്, നമ്മൾ ട്രിപ്പ് പോവാണ്. ഗൈസ് നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്ന ബസ്സാണ്. ഗൈസ് ഇതാണ് ഗൈസ് ബസ്. ഇതാണ് ബസ്സിൻ്റെ ഫ്രണ്ട്. അടിപൊളി ബസ്സും കാര്യങ്ങളാണ് ഗൈസ്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ബസ്സാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളന്ന് വന്നിരിക്കുന്നത് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ട്രിപ്പ് പോവാണ്. നമ്മൾ വാഗമണ്ണാണ് ഗൈസ് പോകുന്നത്. ഗൈസ് ഇതാണ് ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ അമ്മയുടെ ബാങ്കിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ട്രിപ്പിന് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മളപ്പോൾ ട്രിപ്പിൻ്റെ സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ഞങ്ങൾ ചുമ്മാ ഇവിടെ ഇറങ്ങി ഗൈസ്. നോക്കി ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അവിടെ എല്ലാം നോക്ക്, ഭയങ്കര മഞ്ഞും കാര്യങ്ങളുമാണ് ഗൈസ്. ചുമ്മാ ഇറങ്ങിയാണ് നമ്മൾ. ഇതിനാണ് ഭയങ്കര മഞ്ഞാണ്. നമ്മുടെ ബസ്സാണ് ഗൈസ് അത് കാണുന്നത്. എന്താ സെറ്റ് ബസ്സാണ്, ഒരു രക്ഷയില്ല. ബസ്സെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് നമ്മുടെ ബസ് ഇതാണ്. താഴോട്ട് ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് താഴെ ഫുള്ള് നമുക്ക് കാണുന്നു. ഇപ്പം നമുക്ക് കോടമഞ്ഞ് കാരണം അവിടെ ഒന്നും കാണുന്ന പോലും ഇല്ല, താഴത്തെ ഭാഗങ്ങളൊന്നും. ഗൈസ് നമുക്ക് ബസ്സിനകത്ത് വരെ ഒന്ന് കയറിയിട്ട് വരാം. ഇതിന് സെറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു ഇജാതി ബസ് തന്നെയാണ് ഗൈസ്. അലങ്കൃത എന്നാണ് ഗൈസ് ബസ്സിൻ്റെ പേര്, അലങ്കൃത ഗൈസ്. അപ്പം ഗൈസ് നമ്മളപ്പം വാഗമൺ ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും അടിപൊളി ഒരു ആംബിയൻസും കാര്യമാണ് ഇവിടെ ഉള്ളത്. അതായത് ഞാൻ താഴ്ച നിന്ന് കാണിച്ചു തരാം. എന്നായാലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നായാലും ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടിൽ തന്നെ വന്നിരിക്കണം. കാരണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഗൈസ്. ഭയങ്കര തണുപ്പാണ് ഗൈസ്, രാവിലെ തന്നെയാണ് ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ്. അപ്പം ഗൈസ് ഈ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ ആയിട്ടുള്ളൊരു റിസോർട്ടും കാര്യങ്ങളും ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിനി അടുത്ത കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുമാണ് ഗൈസ്. നമുക്ക് ഗൈസ് നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. നല്ല ഇടിവെട്ട് സ്വിമ്മിംഗ് പൂളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസിൽ തന്നെയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത്. നോക്കൂ ഗൈസ്, നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുമാണ് ഗൈസ്. ഈ ഒരു റിസോർട്ടെന്ന് പറഞ്ഞത് സീ ലെവലിൽ നിന്നും 3000-3500 അടി ഉയരത്തിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. 3000-3500 അടിയിലാണ് ഗൈസ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. പിന്നെ ഗൈസ് ഇവിടെ മേളിൽ തന്നെ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റും കാര്യങ്ങളും തന്നെയുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മളെ ബസ്സിൻ്റെ അടുത്തൊരു പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ച് വരാം ഗൈസ്. ഗൈസ് ഇവിടെ തന്നെ നമുക്ക് ജീപ്പ് ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജീപ്പ് ട്രക്കിങ്ങും കാര്യങ്ങളും. പക്ഷേ ഗൈസ് ഞങ്ങൾക്ക് രാവിലെ ജീപ്പ് ട്രക്കിങ്ങിന് പോകണം. ഞങ്ങൾ ഇരിക്കുമായിരുന്നു ഗൈസ്. അപ്പോഴത്തേനാണ് ഗൈസ് ഭയങ്കര മഴ വന്നത്. ഇന്നലെ രാത്രിയിലൊക്കെ ചെറിയൊരു ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. നല്ല ശക്തി തന്നെയാണ് ഇന്ന് രാവിലെ മഴ പെയ്തത് ഗൈസ്. ഇവിടെ തന്നെ ഒത്തിരി തരം ഗെയിംസും കാര്യങ്ങളുണ്ട്. ഷട്ടിലാവട്ടെ അത് തന്നെ കുറേ ഉണ്ട്. അങ്ങനെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. റൂം സർവീസും ഫുഡ് സർവീസും ഒക്കെ നല്ല പക്കയാണ്, നല്ല അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല, സെറ്റ് സാധനമാണ്. ഇതാണ് ഗൈസ് നമ്മൾ വന്ന ബസ് നമുക്ക് നല്ല ബസ്സാണ്. അലങ്കൃത. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായ ഒരു ആംബിയൻസും കാര്യങ്ങളുമാണ് ഗൈസ്. നമുക്കിനി നമുക്ക് ബസ്സിനകത്ത് വരെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെളിയിറങ്ങാം ഗൈസ്. നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ നമ്മൾ പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം ഗൈസ്. നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പോകും ഗൈസ്. ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 23 പേരാണ് ഞങ്ങൾ വന്നത്. ബാങ്കിൽ നിന്ന് നമ്മൾ 23 പേരാണ് ട്രിപ്പിന് വന്നത് ഗൈസ്. നിങ്ങൾ എന്നായാലും ഇവിടെ വരണം, കാരണം അത്ര അടിപൊളിയാണ്. പിന്നെ അടിപൊളി എന്ത് ഭയങ്കര ശക്തിയിലാണ് ഗൈസ് ഇവിടെ കാറ്റ് വീശുന്നത്. നമ്മൾ കുറച്ച് മേളിലാണ്, നല്ല
എത്തി. കുറച്ച് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും കാറ്റൊന്നും ഇല്ല, എന്നാലും കാറ്റുണ്ട്. പക്ഷേ ഈ മേളിൽ നിൽക്കുന്നത്രയും കാറ്റ് എന്നായാലും ഒരു കാരണവശാലും താഴെ കിട്ടില്ല. ഇതാണ് നമ്മുടെ റിസോർട്ടും കാര്യങ്ങളും. നമുക്ക് സെറ്റ് റിസോർട്ടാണ്. പറ്റുന്ന എല്ലാ മച്ചന്മാരും മച്ചത്തിമാരാണേലും ആരെങ്കിലാണേലും എന്നായാലും ഈ റിസോർട്ട് എന്നായാലും വരാൻ പറ്റുന്ന ആൾക്കാർ വരണം. കാരണം അത്രയും അടിപൊളി റിസോർട്ടാണ്. ഞാൻ അതിൻ്റെ വ്യൂ എല്ലാം കാണിച്ചു തരാം. മറ്റേ കോടമഞ്ഞ് വരും തുടങ്ങിയല്ലോ. ഇപ്പോൾ ഇവിടെ എല്ലാം കാണാതാണ് ഗൈസ്. പിന്നെ ആകാശത്തോട് നോക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഭയങ്കര തണുപ്പാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അനിയത്തി അതുവഴി ധൈര്യപ്പാരെ കൂടെ നടക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ ഇപ്പം മേളിൽ നിന്ന് എടുത്തതാണ് ഗൈസ് ഇത്. ഞാൻ പറഞ്ഞില്ലേ മേളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. അവിടെ നിന്ന് ഇതല്ല, ഇതിനേക്കാളും കുറച്ചുകൂടെ ഉണ്ട്. അങ്ങ് അവിടെയൊക്കെ പോകാൻ പറ്റും ഗൈസ്. പക്ഷെ അങ്ങോട്ടിപ്പം ഞങ്ങൾ തൽക്കാലം പോരുന്നില്ല, കാരണം സന്ധ്യയായി തുടങ്ങുന്നുണ്ട്. അവിടം വരെ പോകണമെന്നായിരുന്നു ഇരുന്നത്, പക്ഷേ അങ്ങ് പോകാൻ പറ്റിയില്ല. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു മേളിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിന് നല്ല അടിപൊളി ഒരു കിഡിലോസ്കി സാധനം തന്നെയാണ്. കണ്ടോ ഗൈസ് എൻ്റെ കുഞ്ഞ് ക്രിയേറ്റിവിറ്റി, എൻ്റെ പൊന്നളിയ. നമുക്ക് ഗൈസ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളുമാണ് ഗൈസ്. പിന്നെ റൂമെന്നൊക്കെ പറഞ്ഞാൽ സെറ്റാണ്. ഗൈസ് ഇത് നമ്മൾ റൂമിനകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഗൈസ്. നമ്മളിപ്പോൾ റൂമിനകത്താണ്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാഗമൺ ഇത്ര അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിട്ട് പോലില്ലായിരുന്നു. ഇപ്പം അടിപൊളി സ്ഥലം തന്നെയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. സത്യം പറയാൻ അടിപൊളി തന്നെ. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്നായാലും കാണണം, കണ്ട് തന്നെ അറിയണം ഗൈസ്. ഇതൊക്കെ പ്രകൃതി മനോഹരം. താഴെ ഒരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. താഴെ കുഞ്ഞു കുഞ്ഞു കുളങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ തന്നെ ബോട്ടിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈൻ വാലിയിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. പൈൻ വാലി പോകുന്നുണ്ട്. പൈൻ വാലി എന്ന് പറഞ്ഞാൽ അവിടെ സെറ്റാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു ഗൈസ്. നമുക്ക് ഗൈസ് കുറച്ചുകൂടെ മഞ്ഞ് വന്നിട്ടുണ്ട്. ഭയങ്കര ഫോഗി ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണെന്നാണ് തോന്നുന്നത്. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നത്. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റും കാര്യങ്ങളും മാറും. നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല എപ്പോൾ മാറും. കണ്ടോ എങ്ങനെ ഇരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ക്യാമ്പ് ഫയറൊക്കെ കൊണ്ടു നിന്ന് അന്യായ കാറ്റും കാര്യങ്ങളുണ്ട്, ഒന്നും നടന്നില്ല. മഴയും കാറ്റും കാരണം ക്യാമ്പ് ഫയറും കാര്യങ്ങളും പറ്റിയില്ല ഗൈസ്. അവിടെ ആയിട്ടാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും. ഞാൻ സ്വിമ്മിംഗ് പൂൾ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. അവിടെ ഇപ്പം ഫോഗ് കാരണമൊന്നും കാണത്തു പോലും ഇല്ല. അയ്യോ നല്ല കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടോ ചെറിയൊരു തോതിൽ ചാറ്റമഴയുണ്ട്. നമ്മളങ്ങനെ പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അടൽ ചിൽഡ്രൻസിന് 5 രൂപയാണ് ഗൈസ്. പിന്നെ ഇവിടെ ട്രക്കിങ്ങും ഉണ്ട്. 6 കിലോമീറ്ററാണ് ട്രക്കിങ്ങും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇതാണ്ടാ ഗൈസ് ബോർഡും കാര്യങ്ങളും, ട്രക്കിങ്ങിൻ്റെ ബോർഡും കാര്യങ്ങളും അതാണ് ഗൈസ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻസിന് 500 രൂപയും ഫോറിനേഴ്സിന് 800 അതിൻ്റെ കാരണമൊന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സിന് ഒരു ഗൈഡും കാര്യങ്ങളും പോകുന്നുണ്ടായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ നമുക്ക് ഇന്ത്യൻസിൻ്റെ അതിനാവശ്യമില്ലായിരിക്കും. മലയാളികൾക്ക് അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഏരിയ തന്നെയാണ് ഗൈസ് ഇത്.
ഗൈസ് ഇവിടെ ഞങ്ങൾക്ക് കുറേ നേരം സഞ്ചരിക്കാനൊന്നും പറ്റില്ല, കാരണം മഴ അവിടെയും ചതിച്ചു ഗൈസ് ഞങ്ങളെ. மறைந்து விட்டு ராஜராஜன் என்றதும் வசந்தம் அதுதா வசந்தம். காலம் கடந்து போன பின்னும் காதல் പിന്നെ ബസ്സിലൊക്കെ കിടന്ന് ഞങ്ങൾ അടിച്ച് പൊളി എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിയായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും അവസാനിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ട്രിപ്പിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് സ്കൂളിൽ നിന്ന് അങ്ങനെ ട്രിപ്പ് വേണം ഈ ബസ് എന്നാലും പറയും, കാരണം അത്രയ്ക്കും അടിപൊളി ബസ്സും കാര്യങ്ങളും, നല്ല അടിപൊളിയായിട്ട് ടൂറും പോയി, നല്ല അടിപൊളി ഒരു വൈബായിട്ടുള്ളത് ഞാൻ പറയുന്നത്, നല്ല അടിപൊളിയായിട്ട് വൈബായിട്ടുള്ള റിസോർട്ടും ആയിരുന്നു, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ. വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്തുഹരി ശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുള്ളി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ